വെള്ളപ്പൊക്കം മൂലം അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. സഹായത്തിന്റെ ഭാഗമായി ഞങ്ങൾ പള്ളിക്കൂടം മുഴുവൻ വിട്ടുകൊടുത്തു. മഹിളാ സമാജക്കാര് വെള്ളപ്പൊക്കക്കാർക്ക് വേണ്ടി വസ്ത്രം നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് കൈമുറിഞ്ഞവരുണ്ടേൽ വിരലിൽ ചുറ്റാം. ഇതാ എന്റെ സാരി. അല്പം പൊടി പറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പുതിയതാ കേട്ടോ. സൂക്ഷിച്ചനെ, കീറിപ്പോവും. റിഡക്ഷന് മേടിച്ചതാ. ആതുര സേവനത്തിന്റെ പേരിൽ ആശുപത്രി നടത്തുന്നവര് വെള്ളപ്പൊക്ക സഹായ നിധിയിലേക്ക് വെറുതെ തന്ന മരുന്നുകളാ. ആവൂ, എന്തോ ഒരു കാരുണ്യം. ഇക്കാലത്ത് ഇങ്ങനെയുള്ളവരുണ്ടല്ലോ. ഈ മരുന്നുകളെല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണല്ലോ. ആവൂ, എന്തൊരു ആതുര സേവനം. വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. സായിപ്പേ, അതെല്ലാം നഷ്ടപ്പെട്ടവരൊന്നുമല്ല, സിനിമാ പരസ്യവാ. എല്ലാം നഷ്ടപ്പെട്ടവര് തന്നെ. ബാക്കി ഇനി എന്നാ ഉണ്ട് നഷ്ടപ്പെടാൻ? കേന്ദ്രത്തിൽ ഇന്ന് വെള്ളപ്പൊക്കം നിരീക്ഷിക്കാൻ വന്ന സംഘം വെള്ളത്തിൽ നീന്തി തുടിക്കുന്നവരെ കണ്ടെത്തിയെന്ന്. 5 സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലായിരിക്കും. വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവും വിധം സഹായിക്കാൻ മഹിളാ സമാജം മീറ്റിംഗ് ചേർന്ന് തീരുമാനിച്ചു. സമൂഹത്തിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാൻ ലഭിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ വളരെ വിലപ്പെട്ടതായി ഞങ്ങൾ കരുതുന്നു. നാളെ മഹിളാ സമാജക്കാര് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരുന്നു. മഹിളാ സമാജംകാരാവുമ്പോ കാര്യമായി എന്തെങ്കിലും സഹായം കൊടുക്കാതിരിക്കില്ല. ജനങ്ങളെ, ഇവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് പാചകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും പോഷകാഹാരത്തിന്റെ കുറവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ച് പ്രഷർ കുക്കറിൽ എങ്ങനെ പാചകം ചെയ്യണമെന്ന് ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം. കൂടാതെ വളരെ എളുപ്പത്തിൽ പുഡിങ്ങും കേക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അതിൽ ഐസിങ് ചേർത്ത് വളരെ പോഷകപ്രധാനമായ ലളിതാഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും ഞങ്ങൾ സൗജന്യമായി കാണിച്ചു തരുന്നതാണ്.